അപ്പോൾ അടുത്ത ടോപ്പിക്ക് ക്ലോസ് പാക്കിംഗ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ടൂറ് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിതൊരു ദൂരയാത്ര പോകുമ്പോൾ നിങ്ങൾ ഡ്രസ്സും മെറ്റീരിയൽസും ഒക്കെ സൂട്ട് കേസിൽ പാക്ക് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ പാക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആർട്ടാണ്. ഇപ്പോൾ ചില നന്നായിട്ട് അറിയുന്ന ഗൾഫിലൊക്കെ ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ പാക്ക് ചെയ്തിട്ട്, അതായത് അതിൻ്റെ ഉള്ളിൽ മാക്സിമം സാധനങ്ങൾ കൊള്ളിക്കുക എന്നുള്ളത് ഒരു കഴിവാണ്. അതായത് മാക്സിമം എംപ്റ്റി സ്പേസ് ഒഴിവാക്കിയിട്ട് കൂടുതൽ സാധനങ്ങൾ സൂട്ട് കേസിൽ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രകൃതി ഒരു സാധനം പാക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അത് മാക്സിമം എഫക്റ്റീവായിട്ടും ആയിട്ടുള്ള രീതിയിലാണ് പാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ സോളിഡ് സ്റ്റേറ്റിൽ ദ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ ക്ലോസ് പാക്ഡ്, ലീവിങ് ദ മിനിമം വാക്കൻറ്റ് സ്പേസ്. അപ്പം 1 ഡയമെൻഷനിൽ ഒരു സാധനം പാക്ക് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഐഡൻറ്റിക്കൽ ഹാർഡ് സ്പിയർ ആയിട്ടാണ് നമ്മൾ ഓരോ പാർട്ടിക്കിളിനെയും കാണുക. ഇതാ ഇതുപോലെ. പിന്നെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതാ വരിയായിട്ട് വെക്കുക. 1 ഡയമെൻഷനിൽ ഒരു നൂല്, അതായത് ഒരു ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് പാക്ക് ചെയ്യുന്ന 1 ഡയമെൻഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സ്പിയറിന് 2 നെയ്ബർമാരാണുള്ളത്. ഈ ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്ന ടേമാണ് കോർഡിനേഷൻ നമ്പർ. അപ്പം വാട്ട് ഈസ് കോർഡിനേഷൻ നമ്പർ എന്ന് വെച്ചാൽ ദ നമ്പർ ഓഫ് ദ നിയറസ്റ്റ് നെയ്ബേഴ്സ് ഓഫ് ദി പാർട്ടിക്കിൾ ഇൻ എ ക്രിസ്റ്റൽ സിസ്റ്റം ഈസ് കോൾഡ് കോർഡിനേഷൻ നമ്പർ. 2 ഡയമെൻഷനിലേക്ക് കടക്കാം. 1 ഡയമെൻഷനിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ് ക്യാൻ ബി ജനറേറ്റഡ് ബൈ സ്റ്റേക്കിംഗ് ദ റോസ് ഓഫ് ദ ക്ലോസ് പാക്ഡ് സ്പിയേഴ്സ്. അപ്പം നേരത്തെ കണ്ട ഒറ്റ ഡയമെൻഷനുള്ള സാധനം എന്ത് ചെയ്യാണ്, 3 കൂട്ടി വെക്കുകയാണ്. അപ്പം 3 കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ അത് രണ്ടാമത്തെ ഈ ഡയഗ്രത്തിൽ കാണുന്നില്ലേ, ഇതുപോലെ കൂട്ടി വെക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ പറഞ്ഞാണ്, അതായത് ഇതാണ് R എന്ന് പറയുന്നത് റേഡിയസ്. അപ്പം 2 തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 2 റേഡിയസിൻ്റെ ദൂരമാണ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഓരോ ഓപ്ഷൻ നമ്മൾ ഒരു ഒറ്റ ഡയമെൻഷനിലുള്ള ഒരു ഇത് കാണിച്ചു. ഇനി ആ രണ്ടാമത്തെ ഡയമെൻഷൻ, സെക്കൻഡ് ഡയമെൻഷനിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, അപ്പുറവും ഇതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പുറവും ഒക്കെ എന്ത് ചെയ്യും, അടുക്കി വെക്കും. അപ്പോൾ the second row may be placed in contact with the first one such that the spheres of the second row are exactly above those of the first row. above എന്നിവിടെ പറഞ്ഞത് ഉദ്ദേശിച്ചത് സൈഡിൽ നിന്നാണ്. അതിങ്ങനെ കുത്തനെ വെക്കുമ്പോഴാണ് അങ്ങനെ ഉള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എബോവ് എന്ന് പറയാതെ എക്സാക്ട്ലി അറ്റ് ദി ലെഫ്റ്റ് സൈഡിൽ നിന്നോ റൈറ്റ് സൈഡിൽ നിന്നോ പറയാം. പക്ഷേ യൂസ് ചെയ്യാറ് ഇങ്ങനെയാണ്, അബോവ്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ വരും. ദീസ് സ്പിയേഴ്സ് ഓഫ് ദി 2 rows ആർ അലൈൻഡ് ഹൊറിസോണ്ടലി ആസ് വെൽ ആസ് വെർട്ടിക്കലി. 2 rows ആർ അലൈൻഡ് ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഇങ്ങനെയും ഇങ്ങനെയും. If we call the first row as A type, the second row being exactly the same as the first one is also A type. അപ്പോൾ ഈ റോയൊക്കെ എടുത്താൽ എല്ലാം എന്താണ്, A ടൈപ്പാണ്. വി മേ പ്ലേസ് മോർ റോസ് ടു ഒബ്റ്റെയിൻ A ടൈപ്പ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചില ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇൻ ദിസ് അറേഞ്ച്മെൻറ്റ് ഈച്ച് സ്പിയർ ഈസ് ഇൻ കോൺടാക്ട് വിത്ത് 4 of its neighbors. Thus the 2-dimensional coordination number is 4. Also, if the centers of these 4 immediate neighboring spheres are joined, a square is formed. Hence, this packing is called square close packing. ഇതാ കണ്ടില്ലേ, 4 നെയ്ബേഴ്സിൻ്റെ സെൻറ്റേഴ്സ് കണക്ട് ചെയ്താൽ ഇതൊരു സ്ക്വയർ ഈസ് ഫോംഡ്. അതുകൊണ്ട് ഇതിനെ എന്താണ് വിളിക്കുന്നത്, സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ടൈപ്പാണ്. ഇനി 2 ഡയമെൻഷനിൽ വേറൊരു ടൈപ്പും കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ, നേരത്തെ 1ാമത്തെ റോന് എക്സാക്ട്ലി താഴെയാണ് താഴെത്തത് വെച്ചത്. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതാണ് മേലത്തെ റോ, ഇതിൻ്റെ ഡിപ്രഷനിലാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത സ്പിയർ വെക്കുന്നത്. The second row may be placed above the first one
in a staggered manner such that its spheres fit the depression of the first row. If the arrangement of the spheres in the first row is called A type, the one in the second row is different and may be called B type. When the third row is placed adjacent to the second in staggered manner, its spheres are aligned with those of the first layer. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ സാധനം ഇതും എടുത്താൽ അലൈനാണ്, പക്ഷേ ഇതെന്തല്ല, അലൈനല്ല. അതേ സ്ഥാനത്ത് ഇതും എടുത്താൽ അലൈനാണ്. അതാണ് പറഞ്ഞത്. ഹെൻസ് ദിസ് അറേഞ്ച്മെൻറ്റ് ഈസ് AB type. In this arrangement there is less free space and this packing is more efficient than the square close packing. നമ്മൾ നേരത്തെ ഇപ്പോൾ തൊട്ട് മുന്നേ കാണിച്ചതിലും കുറച്ചും കൂടി സ്പേസ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്തിട്ട് എഫിഷ്യൻ്റ് ആയൊരു ടൈപ്പാണ് ഈ പറയുന്ന ക്ലോസ് പാക്കിംഗ്. ഇതിൻ്റെ പേരെന്താണെന്ന് നോക്കാം. അപ്പം ഈച്ച് സ്പിയർ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് 6 ഓഫ് ഇറ്റ്സ് നെയ്ബേഴ്സ് ആൻഡ് ദ 2 dimensional കോർഡിനേഷൻ നമ്പർ ഈസ് 6. കണ്ടില്ലേ? കണ്ടില്ലേ? The centers of these 6 spheres are at the corners of the regular hexagon and hence this packing is called 2-dimensional hexagonal packing. Close packing. കണ്ടില്ലേ? ഈ 6 എണ്ണം, അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അപ്പോൾ 1-dimensional ക്ലോസ് പാക്കിംഗ് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ സ്പിയർ വരിവരിയായിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ അതിൽ ഒരു സ്പിയറിന് 2 നെയ്ബർ ഉണ്ടാവും. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 2 ആണ്. ഇനി ക്യൂബിക് ക്ലോസ് പാക്കിംഗ് പറഞ്ഞു, സ്ക്വയർ ക്ലോസ് പാക്കിംഗ് പറഞ്ഞു. സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ലൈനിൻ്റെ എക്സാക്ട്ലി അതേ ലൈനിൽ ഓരോന്ന് വരിവരിയായിട്ട്, അതായത് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും ഒരേ ലൈനിൽ അലൈൻ ചെയ്യുന്ന മാതിരി എന്ത് ചെയ്യുക, സ്പിയേഴ്സ് വെക്കുക. അങ്ങനെ വെച്ചാൽ ഒരു സ്പിയറിൻ്റെ ചുറ്റും 4 എണ്ണം ഉണ്ടാവും. കോർഡിനേഷൻ നമ്പർ 4 ആണ്. അത് 4ഉം കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു സ്ക്വയർ കിട്ടും. അതുകൊണ്ട് അതിന് പറയുക സ്ക്വയർ പാക്കിംഗ് എന്നാണ്. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ ഒരു റോൻ്റെ ഡിപ്രഷനിലേക്ക് അടുത്ത റോ വെച്ച് കൊടുക്കുക. അങ്ങനെ അതിൻ്റെ അടുത്ത റോ സെക്കൻഡ് റോൻ്റെ ഡിപ്രഷനിൽ വെക്കുമ്പോൾ ഫസ്റ്റ് റോ ആയിട്ട് അലൈനിലായിരിക്കും. അപ്പം ഇതിൽ ഒരു സ്പിയർ എടുത്താൽ അതിന് ചുറ്റും 6 എണ്ണം ഉണ്ടാവും. അപ്പോൾ അതിന് പറയുന്ന പേര് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്നാണ്. ആൻഡ് ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 6 ആണ്. അപ്പോൾ ഇത് 2 dimension ആണ്. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ഇൻ ദിസ് ലെയർ ദർ ആർ സം വോയിഡ്സ്. ഇനി ഈ ഒരു നമ്മൾ സ്പിയറിനെ പറ്റിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ ഇടയിലുള്ള സ്പേസിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ഇൻ ദിസ് ലെയർ ദർ ആർ സം വോയിഡ്സ്. ദീസ് ആർ ട്രയാങ്കുലാർ ഇൻ ഷേപ്പ്. ഞാൻ ഇതിവിടെ കാണിച്ചിട്ടുണ്ട്, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ദർ ആർ ട്രയാങ്കുലാർ ഇൻ ഷേപ്പ്. ദീസ് ആർ ട്രയാങ്കുലാർ ഇൻ ഷേപ്പ്. ദ ട്രയാങ്കുലാർ വോയിഡ്സ് ആർ ഓഫ് 2 types. ഒന്ന് താഴോട്ട് ഡയറക്റ്റ് ചെയ്തതും 2 മേലോട്ട് ഡയറക്റ്റ് ചെയ്തതും. ഓക്കെ, അപ്പം ഇതാണ് എ ബി ഹെക്സഗണൽ പാക്കിങ്ങിൻ്റെ ഒരു ചിത്രം. ഇനി ശരിക്കും നമ്മൾ പറഞ്ഞാൽ ഈ 2 dimensionൽ മാത്രമേ സോളിഡ് സ്റ്റേറ്റ് ഉള്ളൂ? അല്ല, അത് 3 dimensionലാണ്. സോ ഓൾ റിയൽ സ്ട്രക്ചേഴ്സ് ആർ 3-dimensional structures. They can be obtained by stacking 2-dimensional layers one above the other. അപ്പോൾ ഇങ്ങനെ ഓരോ ഓപ്ഷൻ ഇങ്ങനെ കാണിച്ചെന്നാണ്. ഇതിൻ്റെ ഈ സ്പേസിലാണ് ഇവിടെ വെച്ചത്. അത് മേലെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ, താഴെ ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഓൾ റിയൽ. അപ്പോൾ ഒരു നേരത്തെ നമ്മൾ സൈഡിൽ എക്സാക്ട്ലി അലൈനായിട്ട് വെച്ച പോലെ നമുക്കിനി എന്ത് ചെയ്യാം, മേലോട്ട് വെക്കാം. അങ്ങനെ വെച്ചാൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വരും. അപ്പോൾ ചിത്രത്തിൽ കാണുന്നതിലൂടെ പോലെ വന്നാൽ ഒരു ലെയറിന് നമുക്കൊരു സ്ക്വയർ കിട്ടും, താഴെയുള്ള ലെയറിനും സ്ക്വയർ കിട്ടും. അപ്പം ഇത് കണക്ട് ചെയ്താൽ നമ്മൾ അതിനെന്താ പറയുക, ക്യൂബ് എന്നാണ് പറയുക, അല്ലേ? അപ്പം ദ സെക്കൻഡ് ലെയർ ഈസ് പ്ലേസ്ഡ് ഓവർ ദ ഫസ്റ്റ് ലെയർ സച്ച് ദാറ്റ് ദ സ്പിയർ ഓഫ് ദ അപ്പർ ലെയർ ആർ എക്സാക്ട്ലി അബവ് ദോസ് ഓഫ് ദി ഫസ്റ്റ് ലെയർ. In this arrangement, the spheres are aligned horizontally as well as vertically. This lattice has AAA type. എന്ന് പറഞ്ഞാൽ ഒരു സ്പിയർ ഒരു റോ വെച്ചാൽ അതിൻ്റെ എക്സാക്ട്ലി മേലെ, അതിൻ്റെ എക്സാക്ട്ലി ലെഫ്റ്റും അതിൻ്റെ എക്സാക്ട്ലി റൈറ്റും. അപ്പം
എന്ന് പറഞ്ഞാൽ ഇതിന് പറയുക ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്നാണ്. അപ്പോൾ ഈ ടൈപ്പിന് പറയുക എ ടൈപ്പ് പാറ്റേൺ ആണ്. ദ ലാറ്റിസ് ദസ് ജനറേറ്റഡ് ഈസ് സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് സെൽ ഈസ് പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ. നമ്മൾ ക്യൂബിക് യൂണിറ്റ് സെല്ല് 3 പഠിച്ചിട്ടില്ലേ? സിമ്പിൾ ക്യൂബിക് സെൽ, ഫേസ് സെൻറ്റേഡ്, ബോഡി സെൻറ്റേഡ്. അതിൽ സിമ്പിളാണെന്ത് ഈ ക്ലോസ് പാക്കിങ് ചെയ്താൽ അത് സിമ്പിൾ ക്യൂബിന് തുല്യമായിരിക്കും. ത്രീ ഡയമെൻഷനിലേക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഭാഗത്തേക്ക് കടക്കുകയാണ്. 3 ഡയമെൻഷനൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷനൽ ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് ലേയേഴ്സ്. നേരത്തെ നമ്മൾ സ്ക്വയർ പ്ലാനാറും പറഞ്ഞു, ഹെക്സഗണൽ പാക്കിങ്ങും പറഞ്ഞു. അത് 2 ഡയമെൻഷനിലാണ്. അപ്പം ആ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ് 3 ഡയമെൻഷനിലേക്ക് മാറ്റിയാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ലെറ്റ് us take 2 dimensional hexagonal close packed layer A placed a similar layer above it such that the spheres of the second layer are placed in the depression of the first layer. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഡാർക്ക് ആയിട്ടുള്ള സാധനം താഴെയുള്ളതായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ളത് താഴെ ഏതും എടുക്കാം. അതിൻ്റെ മേലെ ഒരു ലൈറ്റായിട്ടൊരു സർക്കിൾ കാണുന്നില്ലേ, അത് മേലത്തെ ലെയറായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ദാറ്റ് not all the triangular voids of the first layer are covered by the sphere of the second layer. This gives rise to two different arrangements. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് റോ ആണ്, ഇത് സെക്കൻഡ് റോ ആണ്. അപ്പം ഈ സെക്കൻഡ് റോയിലെ സ്പിയർ വെച്ചത് ഫസ്റ്റ് റോലിൻ്റെ 3 സ്പിയറിനിടയിലുള്ള ആ ട്രയാങ്കുലർ വോയിഡ് കവർ ചെയ്തിട്ടാണ്. ഓക്കെ, അതേ സ്ഥാനത്ത് നമ്മൾ ഈ ഓ എന്ന് എഴുതിയ സാധനം നോക്കിയാൽ ഫസ്റ്റ് ലെയറിനും അവിടെ ഒരു എം ടി സ്പേസ് ഉണ്ട്, സെക്കൻഡ് ലെയറിനും വീണ്ടും എം ടി സ്പേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊരു അറേഞ്ച്മെൻറ്റിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ വെക്കുമ്പോൾ 2 തരം വോയിഡ്സ് വരും. wherever a sphere of the second layer is above the void of the first layer, a tetrahedral void is formed. അതായത് ഇത് കണ്ടില്ലേ, ഈ സ്പിയർ വെച്ചത് ഈ ഫസ്റ്റ് 3 എണ്ണത്തിൻ്റെ ഈ 1 2 3 എണ്ണത്തിൻ്റെ ഇടയിൽ വരുന്ന ആ വോയിഡിൻ്റെ മേലെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മേലെ വെച്ച സ്പിയറും ഈ 3 എണ്ണവും കൂടി കൂട്ടിയിട്ട് നമ്മൾ നോക്കിയാൽ അതിൻ്റെ സെൻറ്റർ തമ്മിൽ കണക്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ടെട്രാഹെഡ്രൻ കിട്ടും. അതുകൊണ്ട് ഇതിന് പറയുന്ന പേര്, ആ വോയിഡിന് പറയുന്ന ടി എഴുതിയ സ്ഥലമില്ലേ, ആ വോയിഡിന് പറയുന്ന പേര് ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്നാണ്. At the other places, the triangular voids in the second layer are above the triangular void in the first layer. അപ്പോൾ നമ്മൾ ഇവിടെ ഓ എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ, ഈ ഓ എന്ന് പറയുന്ന സ്ഥലത്ത് ഫസ്റ്റ് ലെയറിലും വോയിഡ് ഉണ്ട്, സെക്കൻഡ് ലെയറിലും വോയിഡ് ഉണ്ട്. And the triangular shape of these do not overlap. One of them has the apex of the triangle pointing upward. മേലെയുള്ള ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിലുള്ള സാധനത്തിൻ്റെ അപ്പെക്സ് മേലോട്ടാണ്, താഴെയുള്ളതിൻ്റെ താഴോട്ടാണ്. അപ്പം അതൊരു ഒക്ടാഹെഡ്രൽ ഫോമിലാണ് ഉണ്ടാവുക. Such voids are surrounded by 6 spheres and are called octahedral voids. അപ്പം ഈ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള ലെയറിലുള്ള 3 സ്പിയർ കവർ ചെയ്തിട്ടുണ്ടാവും, മേലുള്ള ലെയറിലുള്ള 3 സ്പിയർ കവർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് 6 എന്ന് പറയുന്നത്. 1 such voids has been shown separately. The number of അത് കാണിച്ചേരെ The number of these 2 types of voids depends upon the number of close packed spheres. അപ്പോൾ ഒരു ക്രിസ്റ്റലിൽ എത്ര ടെട്രാഹെഡ്രൽ ഉണ്ട്, എത്ര ഒക്ടാഹെഡ്രൽ ഉണ്ട് എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നും ഉത്തരം പറയാൻ പറ്റില്ല. അത് എങ്ങനെയാണ് ക്ലോസ് പാക്ക് ചെയ്തതെന്നനുസരിച്ച് ഉണ്ടാവും. അപ്പം എന്താണ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്നും എന്താണ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്നും പിന്നെ 2 ഡയമെൻഷനൽ ഹെക്സഗണൽ പാക്കിങ്ങിൻ്റെ 2 ലെയർ വെക്കുമ്പോൾ എന്ത് രീതിയിലാണെന്നുള്ളത് മനസ്സിലായി. ഇനി ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലപ്പോൾ ന്യൂമറിക്കൽസ് ഒക്കെ വരുന്നുണ്ടാവും. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിക്കേണ്ട 3 പോയിൻറ്റ്സ് ആണ്. ലെറ്റ് ദ നമ്പർ ഓഫ് ക്ലോസ് പാക്ഡ് സ്പിയേഴ്സ് ബി n എന്ന് പറഞ്ഞാൽ ഈ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിലുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം n ആണെന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് വിൽ ബി
എത്രത്തോളം പാർട്ടിക്കിളാണോ ഉള്ളത് അത്രത്തോളം ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവും. പക്ഷേ ടെട്രാഹെഡ്രൽ വോയിഡ്സിൻ്റെ എണ്ണം പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തേക്കാൾ ഡബിളാണ്. ഓക്കെ, ഡബിൾ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വിൽ ബി ദി ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആൻഡ് ദ സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വിൽ ബി ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. ഓർമ്മിക്കുക. ഇനി 2 ലെയർ വെച്ചത്, ഇനി മൂന്നാമത്തെ ഒരു ലെയർ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ വെൻ ദ തേർഡ് ലെയർ ഈസ് പ്ലേസ്ഡ് ഓവർ ദ സെക്കൻഡ് ദർ ആർ 2 പോസിബിലിറ്റീസ് കവറിങ് ദി ടെട്രാഹെഡ്രൽ വോയിഡ്സ്. അപ്പോൾ ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഓഫ് ദ സെക്കൻഡ് ലെയർ മേ ബി കവേർഡ് ബൈ ദ സ്പിയർ ഓഫ് ദി തേർഡ് ലെയർ. In this case, the sphere of the third layer are exactly aligned with those of the first layer. Thus, the pattern of the spheres is repeated in alternate layers. The pattern is often written as ABAB pattern. This structure is called hexagonal close packed structure. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലെയർ വെച്ചു, അതിൻ്റെ മേലെ ഡിപ്രഷനിൽ വേറൊരു ലെയർ വെച്ചു. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിന് വന്ന ടെട്രാഹെഡ്രൽ വോയിഡ്സിൻ്റെ മുകളിൽ മൂന്നാമത്തെ ലെയർ വെച്ചാൽ അതിന് പറയുന്ന പേര് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചർ എന്നാണ്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ABAB പാറ്റേൺ ആണ്. അപ്പോൾ അത് ഇതിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇതുണ്ടല്ലേ? ഓക്കെ, അത്രത്തോളം ചിത്രമൊന്നും വരക്കണ്ട, ഇതൊന്നും വരക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ്, പറ്റുന്നുണ്ടേ വരച്ചോളാം. ഇനി കവറിങ് ദ ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. അപ്പം 2 തരം വോയിഡ്സ് ആണുള്ളത്. ഒന്ന് ടെട്രാഹെഡ്രൽ വോയിഡ്സും രണ്ടാമത്തത് ഒക്ടാഹെഡ്രൽ വോയിഡ്സും. ഇനി നമ്മൾ ടെട്രാഹെഡ്രൽ വോയിഡ്സിന് പകരം ഒക്ടാഹെഡ്രൽ വോയിഡ്സിൽ ഈ പറയുന്ന മൂന്നാമത്തെ ലെയറിലെ പാർട്ടിക്കിൾ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ദ തേർഡ് ലെയർ മേ ബി പ്ലേസ്ഡ് അബവ് ദ സെക്കൻഡ് ലെയർ in a manner such that its spheres cover the octahedral voids. When placed in this manner, the spheres of the third layer are not aligned with those of either the first or the second layer. അതായത് ഫസ്റ്റ് ലെയറിലെ പാർട്ടിക്കിളുമായിട്ട് അലൈൻ ആവില്ല, സെക്കൻഡ് ലെയറുമായിട്ടും അലൈൻ ആവില്ല, തേർഡ് ലെയർ വേറെ തന്നെ ഒരു അലൈൻമെൻ്റ് ആണ്. അപ്പോൾ അതിന് പറയുക C ടൈപ്പ് എന്നാണ്. ഓൺലി വെൻ ദ ഫോർത്ത് ലെയർ ഈസ് പ്ലേസ്ഡ്. ഇനി നാലാമത്തെ ഒരു ലെയർ വെച്ചാൽ അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫസ്റ്റ് ലെയറിന് സമാനമായിട്ട് വരും. ഇറ്റ് സ്പിയേഴ്സ് ആർ അലൈൻഡ് വിത്ത് ദോസ് ഓഫ് ദ ഫസ്റ്റ് ലെയർ. ദിസ് പാറ്റേൺ ഓഫ് ദ ലെയർ ഈസ് ഓഫൺ റിട്ടൺ ആസ് ABC. അപ്പം 3 ടൈപ്പാണല്ലോ. ദിസ് സ്ട്രക്ചർ ഈസ് കോൾഡ് ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ. ടെട്രാഹെഡ്രൽ പോയിച്ചാൽ അതിനെന്താ പറയുക? ഹെക്സഗണൽ, HCP. ഇനി ABC ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരെന്താണ്? ക്യൂബിക് ക്ലോസ് പാക്ഡ് ഓർ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ. മെറ്റൽസ് സച്ച് ആസ് കോപ്പർ, സിൽവർ ക്രിസ്റ്റലൈസസ് ഇൻ ദിസ് സ്ട്രക്ചർ. എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിങ്ങനെയാണ് വരിക. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഓർക്കേണ്ട ഒരു കാര്യം, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആയാലും ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ആയാലും രണ്ടിനും കോർഡിനേഷൻ നമ്പർ 4 ആണ്. ബോത്ത് ദീസ് ടൈപ്പ് ഓഫ് ദ ക്ലോസ് പാക്കിംഗ് ആർ ഹൈലി എഫിഷ്യൻറ്റ് ആൻഡ് 74% ഓഫ് ദ സ്പേസ് ഇൻ ദ ക്രിസ്റ്റൽ ഈസ് ഫിൽഡ്. ഇൻ എയ്തർ ഓഫ് ദം ഈച്ച് സ്പിയർ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് 12 സ്പിയേഴ്സ്. ദസ് ദ കോർഡിനേഷൻ നമ്പർ ഈസ് 12 ഇൻ എയ്തർ ഓഫ് ദിസ് 2 സ്ട്രക്ചേഴ്സ്. അപ്പോൾ 3 ഡയമെൻഷനിൽ നമ്മൾ പറഞ്ഞു. 3 ഡയമെൻഷനിൽ സിമ്പിളായിട്ടുള്ളത് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ആണ്. പിന്നെ അതിൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് AB ടൈപ്പ്, മറ്റേത് ABC ടൈപ്പ്. രണ്ടെണ്ണത്തിൻ്റെ കോർഡിനേഷൻ നമ്പർ 12 ആണ്. അപ്പോൾ ഗിവ് എ നോട്ട് ഓൺ ക്ലോസ് പാക്കിംഗ് ഇൻ സോളിഡ് സബ്സ്റ്റൻസ് എന്ന് ചോദിച്ചാൽ ഈ കഥകൾ മൊത്തം എഴുതേണ്ടി വരും. ഇനി ഇതിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും അവർ ചോദിക്കുക ഒരു മോളിക്യൂളിൻ്റെ ഫോമുല ഉണ്ടാക്കിയെടുക്കാനാണ്. ഞാൻ നേരത്തെ സിങ്ക് ബ്ലെൻഡിൻ്റെ ഒരു സ്ട്രക്ചർ കാണിച്ചു തന്നിട്ടില്ലേ? അതെന്താ അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ സിങ്ക് ബ്ലെൻഡ് അങ്ങനെയാണ് സ്വീകരിച്ചത്. ആ സിങ്ക് അയോണിൻ്റെ സൈസും സൾഫൈഡ് അയോണിൻ്റെ സൈസിൻ്റെയൊക്കെ ആ ഒരു റേഷ്യോ ഒക്കെ അനുസരിച്ചിട്ടാണ് ആ സോളിഡിൽ ഈ പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ ചെയ്യുക. അപ്പോൾ പ്രകൃതിയിൽ അങ്ങനെയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ആൾട്ടർനേറ്റീവ് പൊസിഷനിലൊക്കെ വന്നത്.
അപ്പോൾ ഇതുപോലെ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഇത്ര ഉണ്ട്, ടെട്രാഹെഡ്രൽ വോയിഡ്സിൽ ഇത്ര പാർട്ടിക്കിൾ ഉണ്ട് എന്നൊക്കെ നമ്മളോട് പറഞ്ഞു തരും. അപ്പം നമ്മൾ അതിൻ്റെ ഫോമുല എന്താണെന്ന് കണ്ടെത്തണം. അപ്പം അതിൻ്റെ മെത്തഡാണ് ഈ പറയുന്നത്. ഇൻ അയോണിക് സോളിഡ് ദ ബിഗർ അയോൺസ്, 2 അയോൺസ് ഉണ്ടാവും, കാറ്റയോണും ആനയോണും. അതിൽ ആനയോൺ എപ്പോഴും ബിഗർ ആയിരിക്കും, കാറ്റയോൺ സ്മോളർ ആയിരിക്കും. അപ്പം ബിഗർ അയോണാണ് എന്ത് ചെയ്യുക, ionic solid, the bigger ions, usually anions, form the close packed structure. ഈ പാർട്ടിക്കിൾസിൻ്റെ പൊസിഷനിൽ ഓക്യുപ്പൈ ചെയ്യുക ആനയോൺ ആണ്. വോയിഡ്സിലാണ് ആര് വരിക, കാറ്റയോൺസ് വരിക. ഇഫ് ദ ലേറ്റർ അയോൺ ഈസ് സ്മോൾ ഇനഫ് ദെൻ ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആർ ഓക്യുപ്പൈഡ്. ഇഫ് ഇറ്റ് ഈസ് ബിഗർ ദെൻ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ആർ ഓക്യുപ്പൈഡ്. അപ്പം വലിപ്പമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒക്ടാഹെഡ്രൽ വോയിഡ്സും, കാറ്റയോൺസിൻ്റെ വലിപ്പമാണ്. നന്നേ ചെറിയ കാറ്റയോൺ ആണെന്നുണ്ടെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആണ് ഓക്യുപ്പൈഡ് ചെയ്യുക. നോട്ട് ഓൾ ദി ടെട്രാഹെഡ്രൽ ഓർ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ആർ ഓക്യുപ്പൈഡ്. പറഞ്ഞല്ലോ. ഇൻ എ ഗിവൺ കോമ്പൗണ്ട് ദ ഫ്രാക്ഷൻ ഓഫ് ദ ടെട്രാഹെഡ്രൽ ഓർ octahedral voids that are occupied depends upon the chemical formula of the compound. ഇതൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അത് കെമിക്കൽസിൻ്റെ, അതായത് ആറ്റത്തിൻ്റെ അയോണിൻ്റെ സൈസിനൊക്കെ അനുസരിച്ചായിരിക്കും. അടുത്തൊരു ചോദ്യമാണ്. എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ, എഴുതിക്കൊള്ള, 2 elements X and Y. ആറ്റംസ് ഓഫ് ദ എലമെൻറ്റ് Y, ഇറ്റ് ഈസ് എൻ ആനിയോൺ. മേക്ക്, കാരണം X and Y എന്ന് പറയുമ്പോൾ Y ആനിയോൺ ആണെന്ന് പറഞ്ഞു. മേക്ക് CCP ആൻഡ് ദോസ് ഓഫ് ദ എലമെൻറ്റ് X ആസ് കാറ്റയോൺ ഓക്യുപ്പൈ ഓൾ ദ ടെട്രാഹെഡ്രൽ വോയിഡ്സ്. വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്? അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്കിൾ N ആണെന്നുണ്ടെങ്കിൽ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് N തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഫോർമുല എന്താണ് വരിക, XY എന്നാണ് വരിക. എത്ര എക്സ് ആണോ ഉള്ളത് അത്രയും Y ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ BHCP ലാക്റ്റിസ് ആൻഡ് A half of the 2/3 ഓഫ് ദി ടെട്രാഹെഡ്രൽ വോയിസ്. അപ്പം B 1 ആണെന്നുണ്ടെങ്കിൽ A ഈസ് സപ്പോസ് ടു ബി 2. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 2ൻ്റെ 2/3 ആണ് എന്ത് ചെയ്തത്, ഒക്യുപ്പൈ ചെയ്തത്. അപ്പം എന്തായിരിക്കും അതിൻ്റെ റേഷ്യോ? ഇത് A എന്ന് പറയുന്നത് 4/3 ആണ്, B എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്തായിരിക്കും? ഈ 3നെ ഇങ്ങോട്ട് എടുത്താൽ 4:3. അപ്പം അതിൻ്റെ ഫോർമുല A4B3. ദാറ്റ്സ് ഇറ്റ്. ഇനി ട്രയാങ്കുലാർ വോയിഡ്സ്. ട്രയാങ്കുലാർ വോയിഡ്സ് എന്ന് പറയുമ്പോൾ 3 സ്പിയറിൻ്റെ ഇടയിലുള്ള സ്പേസിലാണ് ട്രയാങ്കുലാർ വോയിഡ്സ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാം, ഒരു കാറ്റയോണിനെ ഓക്യുപ്പൈ ചെയ്യാം. ബിഗ് സ്പിയർ ടച്ച് ഈച്ച് അതർ. ദ സ്മോൾ സ്പിയർ ഈസ് ഇൻ ദി പ്ലെയിൻ ഓഫ് ബിഗ് സ്പിയേഴ്സ് ആൻഡ് ടച്ചസ് ഓൾ ദ 3. ടെട്രാഹെഡ്രൽ വോയിഡ്. ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു 3 സ്പിയർ ഒരേ ലൈൻ പ്ലെയിനിൽ വരും. അതിൻ്റെ തൊട്ട് താഴെ ആ 3 സ്പിയറും കണക്ട് ചെയ്യുന്ന ട്രൈഗണൽ വോയിഡ് അടച്ചിട്ടുണ്ടാവും, 4ാമത്തെ സ്പിയറുണ്ട്. അപ്പോൾ അതിന് 4നും ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിനാണ് നമ്മൾ എന്ത് പറയുക, ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയുക. ആ ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ 4 സ്പിയറിൻ്റെ സെൻറ്ററും കണക്ട് ചെയ്ത് നോക്കിയിട്ടൊരു വര വരച്ച് നോക്കിയാൽ അത് നിങ്ങൾക്കൊരു ടെട്രാഹെഡ്രൽ ഷേപ്പാണ്. അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഇനി ഒക്ടാഹെഡ്രൽ വോയിഡ്. ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞാൽ 2 ലെയർ വേണം. ഓക്കെ. ബിഗ് സ്പിയേഴ്സ് ടച്ച് ഈച്ച് അതർ. The small spheres is in the plane of the 4 big spheres and touches all the 6 big spheres. ഈ 6 big spheres കാണിച്ചിട്ടില്ല. ഒന്ന് മേലെ ഉണ്ടാവും, അതായത് ഈ നീലേൻ്റെ തൊട്ട് മേലെ, നിങ്ങളൊക്കെയുള്ള ഈ നീലേൻ്റെ തൊട്ട് താഴെ ഉണ്ടാവും ഒരു സ്പിയർ. അപ്പോൾ 6 എണ്ണം ഉണ്ടാവും. 2 other big spheres, 1 above and 1 below are not shown in the figure. Cubic void. ക്യൂബിക് വോയിഡ് എന്ന് പറയുമ്പോൾ ബിഗ് സ്പിയേഴ്സ് ടച്ച് ഈച്ച് അതർ അലോങ് ദ സൈഡ്സ് ഓഫ് ദ ക്യൂബ്. സ്മോൾ സ്പിയേഴ്സ് ടച്ച് ഓൾ 8 ബിഗ് സ്പിയേഴ്സ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബോഡി സെൻറ്റേർഡ് ടൈപ്പാണ്. അപ്പോൾ ബോഡി സെൻറ്റേർഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഇതാ കണ്ടില്ല, ഈ ക്യൂബിൻ്റെ സെൻറ്ററിൽ ഒരു ചുവന്ന സ്പിയർ ഉണ്ട്. പിന്നെ ഓരോ കോർണറിലും എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അപ്പോൾ 8 ആളെ എന്ത് ചെയ്യും,
ഈ ചുവന്നത് ടച്ച് ചെയ്യും. ഓൺലി 3 ബിഗ് സ്പിയേഴ്സ് ആൻഡ് 3 കോർണേഴ്സ് ആൻഡ് എ സ്മോൾ സ്പിയർ അറ്റ് ദ ബോഡി സെൻറ്റർ ആർ ഷോൺ ഹിയർ. അപ്പോൾ ക്യൂബിക് വോയിഡ് എന്ന് പറഞ്ഞാൽ 8 ആളെയും തൊട്ടിട്ടുണ്ടാവും. അപ്പോൾ നടുവിൽ നിൽക്കണം. ഇനി അടുത്തത് വാട്ട് ഈസ് പാക്കിംഗ് എഫിഷ്യൻസി. ഇത് സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ന്യൂമറിക്കൽസാണ് വരിക. ഓക്കെ. In whatever be the way the constituent particles, atoms or molecules or ions are packed, there is always some free space in the form of the voids. So packing efficiency is the percentage of the total space filled by the particles. അപ്പം എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ വോളിയം ഓക്യുപ്പൈഡ് ബൈ ദി particles in the unit cell particle divided by volume of the unit cells. അത് മനസ്സിൽ വെക്കാം. ഓക്കെ, കണ്ടില്ലേ? Volume occupied by the spheres in the unit cell divided by total volume of the unit cell. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് പാക്കിംഗ് എഫിഷ്യൻസി ഇൻ HCP അല്ലെങ്കിൽ CCP സ്ട്രക്ചറാണ്. അപ്പം ഈ ഡയഗ്രാം ഇത് എക്സ്പ്ലെയിൻ ദ പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് HCP ആൻഡ് CCP സ്ട്രക്ചർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഡയഗ്രാം വരക്കണം. എന്നിട്ട് പറയണം ഈ ഒരു ABC ഈ ഒരു ട്രയാങ്കിളിനെ ചൂസ് ചെയ്തു. അപ്പോൾ ഇൻ ട്രയാങ്കിൾ ABC AC സ്ക്വയർ ഈസ് ഇക്വൽ ടു B സ്ക്വയർ. കാരണം AC എന്ന് പറയുന്നതിന് B എന്നിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. സോ AC സ്ക്വയർ ഈസ് ഇക്വൽ ടു BC സ്ക്വയർ. അപ്പോൾ ഈ ട്രയാങ്കിൾ ലോ പ്രകാരം AC സ്ക്വയർ ഈസ് ഇക്വൽ ടു BC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ. അപ്പോൾ അതിനെ നമുക്കിങ്ങനെ മാറ്റി എഴുതാം. ഈ BC സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ A ആയിട്ടല്ലേ എടുത്തത്, എഡ്ജ് ലെങ്ത്ത്. അപ്പോൾ A സ്ക്വയർ പ്ലസ് A സ്ക്വയർ ഈസ് ഈക്വൽ ടു 2A സ്ക്വയർ. അപ്പോൾ B ഈസ് ഈക്വൽ ടു റൂട്ട് 2A എന്ന് കിട്ടും. അപ്പം ഇഫ് R ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്പിയർ വി ഫൈൻഡ് B ഈസ് ഈക്വൽ ടു 4R. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1 2 3 4. അപ്പോൾ B ഈസ് ഈക്വൽ ടു 4R. അതിന് നമുക്ക് റൂട്ട് 2A എന്ന് എഴുതാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് A കണ്ടുപിടിക്കാം. A ഈസ് ഈക്വൽ ടു 4R ബൈ റൂട്ട് 2. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈച്ച് യൂണിറ്റ് സെൽ ഇൻ CCP സ്ട്രക്ചർ ആസ് എഫക്റ്റീവ്ലി 4 സ്പിയേഴ്സ്. ഈ CCP സ്ട്രക്ചറിൽ എഫക്റ്റീവ്ലി 4 സ്പിയേഴ്സ് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അത് നിങ്ങൾ അങ്ങനെ ഓർമ്മിക്കുക. കാരണം അതിൻ്റെ ഭാഗം വേറെ പറയാനുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ടോട്ടൽ വോളിയം ഓഫ് ദ 4 സ്പിയർ ഈസ് ഈക്വൽ ടു 4 × 4/3 πr³. അതതിൻ്റെ ഈ ഇക്വേഷനിലെ ന്യൂമറേറ്ററാണ്. അതിൻ്റെ ഡിനോമിനേറ്റർ ടോട്ടൽ വോളിയം ഓഫ് ദ സെല്ലാണ് നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചത്. അത് A³ ആണ്. A എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 2 × റൂട്ട് 2R ആണ് A. അപ്പം A³ ഇതാ കണ്ടില്ലേ, ഇങ്ങനെ വെച്ചു. അപ്പോൾ അതിൻ്റെ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 74% എന്ന് കിട്ടും. ഇതൊന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കുക. ഇനി അടുത്തത് എഫിഷ്യൻസി ഓഫ് പാക്കിംഗ് ഇൻ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സെൻറ്റർ. അതേ മോഡലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡയഗ്രാം വരക്കണം. ഇതിൽ ബോഡി ഡയഗണലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ബോഡി ഡയഗണൽ EFD. അപ്പോൾ EFD എന്ന് പറയുന്നത് ഏതാണ്? ഇതാ ഈ ഒരു ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ B സ്ക്വയർ ഈസ് ഈക്വൽ ടു A സ്ക്വയർ പ്ലസ് A സ്ക്വയർ 2A സ്ക്വയർ. B ഈസ് ഈക്വൽ ടു റൂട്ട് 2A. പിന്നെ വേറെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ AFDയും കൺസിഡർ ചെയ്യാം. AFD
അതായത് AFT എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളാണ് AFT. അപ്പോൾ അത് പ്രകാരം C² ഈസ് ഈക്വൽ ടു A² പ്ലസ് B², ദാറ്റ് ഈസ് ഈക്വൽ ടു A² പ്ലസ് 2A². നേരത്തെ B² എന്ന് പറഞ്ഞാൽ 2A² അല്ലേ, അപ്പോൾ എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ 3A² എന്ന് കിട്ടും. അപ്പോൾ C എന്താണെന്ന് വെച്ചാൽ 3A എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ C എന്താണെന്ന് വെച്ചാൽ ബോഡി ഡയഗണലാണ്. ഓക്കെ, അപ്പോൾ ദെർഫോർ 3A ഇതിൽ, കാരണം ഇത് ബോഡി സെൻറ്റേർഡ് അല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. അപ്പോൾ ബോഡി സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ ഓരോ കോർണറിലും ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഒത്ത നടുവിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും. അപ്പോൾ 3 പാർട്ടിക്കിളിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് എഴുതാം, √3A ഈസ് ഈക്വൽ ടു 4R എന്ന് എഴുതാം. അപ്പോൾ A ഈസ് ഈക്വൽ ടു 4R/√3 എന്ന് എഴുതാം. അപ്പം length of the body diagonal C is equal to 4R, where R is the radius of the sphere, as all the 3 spheres along the diagonal touch each other. Also we can write R is equal to √3/4A. Now in this type of the structure the total number of atom is 2. കാരണം ബോഡി സെൻറ്ററിലുള്ള ഒരു പാർട്ടിക്കിളും പിന്നെ 8 കോർണറിലെ 8-1 കഷ്ണം കൂടി മൾട്ടിപ്ലൈ ചെയ്താലുള്ള കിട്ടുന്ന 1. So the volume of the particles in the unit cell is 2 × 4/3πr³. Volume of the cube is A³ will be equal to A എന്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ A³ ഇതാണ്. അപ്പം ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ 68% ആണ്. എഴുതി നോക്കുക, ഈസിയാണ്. CCP പറഞ്ഞു, BCC പറഞ്ഞു, ഇനി സിമ്പിൾ ക്യൂബിക് പാക്കിംഗ് ആണ് ബാക്കിയുള്ളത്. ഇൻ എ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ദ ആറ്റം ആർ ലൊക്കേറ്റഡ് ഓൺലി ഓൺ ദ കോർണേഴ്സ് ഓഫ് ദ ക്യൂബ്. ദ particles touch each other along the edge. Thus the edge length or side of the cube A and the radius of each particle R are related as. ഇത് വെച്ചിട്ട് ഈ ഡയഗ്രാം വെച്ചിട്ട് A is equal to 2R എന്ന് പറഞ്ഞാൽ ഈ സിമ്പിൾ ക്യൂബിക് ലാറ്റിസിൽ 2 എഡ്ജിൽ മാത്രമേ ഉള്ളൂ, വേറെ കൺഫ്യൂഷനൊന്നുമില്ല. അപ്പോൾ ഒരു എഡ്ജിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ A ആണ്. അപ്പം ഇതിൻ്റെ, കാരണം ഇതിൻ്റെ സെൻറ്ററിലാണല്ലോ ഇതിൻ്റെ ഇത് വരുന്നത്, അതുപോലെ ഇവിടെയും സെൻറ്ററിലാണ്. അപ്പം ഇതൊരാറ് ഇതൊരാറ്, A is equal to 2R എന്ന് കിട്ടും. ദ വോളിയം ഓഫ് ദ ക്യൂബിക് യൂണിറ്റ് സെൽ ഇസ് ഈക്വൽ ടു 2R³ എന്ന് കിട്ടും. അപ്പോൾ 8R³ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് എത്ര പാർട്ടിക്കിൾ ഉണ്ട്? ഒരൊറ്റ പാർട്ടിക്കിളേ ഉള്ളൂ അല്ലേ. അപ്പം നമുക്ക് കണ്ടുപിടിച്ചാൽ ഇങ്ങനെ കിട്ടും. പാക്കിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് 1 ആറ്റം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ ക്യൂബിക് യൂണിറ്റ് സെൽ ഇൻറ്റു 100%, 4/3πr³. അപ്പോൾ എന്ത് കിട്ടും? ചെയ്ത് നോക്കിയാൽ 52% കിട്ടും. ഓക്കെ.